നമസ്കാരം. സംസ്ഥാനത്തെ സിവിൽ സർവീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി നടത്തി പുതിയ ഉത്തരവിറക്കി. വിവിധ വകുപ്പുകളിലെ സ്പെഷ്യൽ സെക്രട്ടറിമാർ, ഡയറക്ടർമാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത IAS ഉദ്യോഗസ്ഥർക്കാണ് പുതിയ ചുമതലകൾ നൽകിയിരിക്കുന്നത്. കായിക യുവജനകാര്യം, മൃഗശാലകൾ, മ്യൂസിയം, പുരാവസ്തു, ആർക്കൈവിസ് എന്നീ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള സ്പെഷ്യൽ സെക്രട്ടറിയായി N. പ്രശാന്തിനെ നിയമിച്ചതാണ് ഈ അഴിച്ചുപണിയിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. ഇതിനു പുറമെ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ജലവിഭവ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എന്നീ അധിക ചുമതലകളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഈ വകുപ്പുകളുടെ അധിക ചുമതലകളിൽ നിന്ന് മിൻഹാജ് ആലത്തെ നീക്കിയെങ്കിലും അദ്ദേഹത്തിന് പുതിയതായി വ്യവസായ വകുപ്പിന്റെ അധിക ചുമതല സർക്കാർ നൽകിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിൽ പുതിയതായി രൂപീകരിച്ച എക്സ് കേഡർ ഡയറക്ടർ തസ്തികയിലേക്ക് ഇൻബാശേഖർ KA നിയമിച്ചപ്പോൾ സഹകരണ സംഘം രജിസ്ട്രാറുടെ അധിക ചുമതലയും അദ്ദേഹത്തിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ കൃഷി വകുപ്പ് ഡയറക്ടറായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ സ്കിൽസ് എക്സലൻസ് അക്കാദമി MD ആയും സഹകരണ സൊസൈറ്റി രജിസ്ട്രാറായിരുന്ന പ്രേംകൃഷ്ണൻ S.നെ പുതിയ വാട്ടർ അതോറിറ്റി MD ആയും നിയമിച്ചിട്ടുണ്ട്. പ്രേംകൃഷ്ണന് ജലവിഭവ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ ചുമതലയും ലഭിച്ചിട്ടുണ്ട്. ജലവിഭവ വകുപ്പിലെ അന്തർ സംസ്ഥാന ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പൂർണ്ണ ചുമതല പുനീത് കുമാറിനാണ് നൽകിയിരിക്കുന്നത്. നഗരകാര്യ മേഖലയിലും പ്രധാന അഴിച്ചുപണികളാണ് നടത്തിയിട്ടുള്ളത്. സുഫിയാൻ അഹമ്മദാണ് പുതിയ നഗരകാര്യ ഡയറക്ടർ. ഈ പദവിയിലുണ്ടായിരുന്ന സൂരജ് ഷാജിയെ നഗരകാര്യ ഡയറക്ടർ, റെസിലിയൻസ് കേരള മിഷൻ ഡയറക്ടർ സ്ഥാനങ്ങളിൽ നിന്ന് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. D. ധർമ്മശ്രീയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായും അലക്സ് വർഗീസിനെ റെസിലിയന്റ് കേരള അഡീഷണൽ ഫിനാൻഷ്യൽ പ്രോഗ്രാം മിഷൻ ഡയറക്ടറായും നിയമിച്ചിട്ടുണ്ട്. നിലവിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായിരുന്ന സുഹാസ് ഇനി ഭവന നിർമ്മാണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെയും കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സ്പെഷ്യൽ സെക്രട്ടറിയുടെയും ചുമതലകൾ വഹിക്കും. ഇതോടൊപ്പം മറ്റ് ചില പ്രധാന ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകളും സർക്കാർ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഡോക്ടർ ഷർമിള മേരി ജോസഫിന് ആയുഷ് വകുപ്പിന്റെയും, ഹിമ Kക്ക് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെയും, അപൂർവ ത്രിപാഠിക്ക് ഇൻഫർമേഷൻ കേരള മിഷൻ പ്രോജക്ട് ഡയറക്ടറുടെയും അധിക ചുമതലകൾ നൽകിക്കൊണ്ടാണ് സംസ്ഥാന ഭരണ സംവിധാനത്തിലെ ഈ വലിയ പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും സിവിൽ സർവീസ് തലപ്പത്ത് വീണ്ടും വലിയൊരു അഴിച്ചുപണിയാണ് നടത്തിയിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലെ സ്പെഷ്യൽ സെക്രട്ടറിമാർ, ഡയറക്ടർമാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത IAS ഉദ്യോഗസ്ഥർക്കാണ് ഈ പുതിയ ചുമതലകൾ നൽകിയിരിക്കുന്നത്.